ഹായ്, മധുരനൊമ്പരക്കാറ്റിൻ്റെ റിവ്യൂ പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജീവനാണെങ്കിൽ ഇപ്പോൾ ഓർമ്മയൊക്കെ കിട്ടിയിട്ട് ഓർമ്മശക്തിയൊക്കെ വന്നിരിക്കുകയാണ്. നമ്മുടെ ഹരിയും നെത്തിയും കുട്ടികളുടെ മുന്നിൽ കീഴടങ്ങി അവരുടെ നിർബന്ധപ്രകാരം കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുന്ന സമയത്ത് വീണയാണെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. വീണയ്ക്ക് നല്ല ദേഷ്യം വന്നിട്ട് അകത്ത് കയറി പോകുമ്പം വീണയുടെ അച്ഛൻ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം മോളെ, മോൾക്ക് തോന്നുന്നുണ്ടോ കല്യാണിനെ അവൾ സ്വീകരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഹരിയൊക്കെ ആണെങ്കിൽ സങ്കടം വന്നിട്ടിരിക്കണം. ഹരി പറയുന്നുണ്ട്, നിന്നെ ഞാൻ സ്നേഹിച്ച് അവളെ തന്നെ കല്യാണം കഴിച്ചു, താലി ഊരി മാറ്റാതിരിക്കാൻ ഞാൻ ശ്രമിക്കും പറയുമ്പോൾ, ഞാനൊരു കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്, എൻ്റെ ഭർത്താവ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ നിത്യ പറയുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇവരുടെ നിർബന്ധപ്രകാരം ജീവനാണെങ്കിൽ വണ്ടി എടുത്തിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ജീവൻ നിത്യൻ്റെ അടുത്ത് വന്ന് താലിയിലൊക്കെ പിടിച്ച് നോക്കുന്നത്. അപ്പോൾ നിത്യയാണെങ്കിൽ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് ആകെ സങ്കടകരമായിട്ടുള്ള ഒരു എപ്പിസോഡാണ്. ഇനിയിപ്പോൾ എന്താവും ജീവൻ വന്നിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ എന്താണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് കാണാം. പക്ഷേ ജീവൻ എന്താണെങ്കിൽ എത്തുന്നുണ്ട്. അപ്പോൾ ആകെ ഞെട്ടി നിൽക്കുകയാണ് എല്ലാവരും. ഹരിയും ജീവനുമായിട്ട് നേരിട്ട് അറിയുന്നുണ്ട്. ജീവനിക്ക് ഹരിനോട് നല്ല ദേഷ്യമാണ്. പക്ഷേ ഓർമ്മ നഷ്ടപ്പെട്ട അതിൽ ഹരിനെ ജീവന് നല്ല ഇഷ്ടമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും കല്യാണം കഴിഞ്ഞ് അകത്തേക്ക് കൊണ്ടുവന്നപ്പോൾ വീണ പറയുന്നുണ്ട്, ഇനി എന്താണെങ്കിലും നിങ്ങൾ ഒരുമിച്ച് ഇരിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിൽ ദേഷ്യത്തോടു കൂടിയാണ് നമ്മുടെ വീണ പോകുന്നത് തന്നെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ജീവൻ വരുന്നുണ്ട്. വന്നിട്ട് എന്താണെന്നുള്ളത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. വീണ്ടും റിവ്യൂ വീഡിയോസായിട്ട് വരുന്നതായിരിക്കും. അതുവരെ താങ്ക് യു.